അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള അണ്ഡവും അച്ഛൻ്റെ ബീജവും ചേരുമ്പോഴാണ് ഒരു ശിശു ഉണ്ടാകുന്നത്. ഈ രണ്ട് പേരുടെയും DNA അതിൽ ശിശുവിൻ്റെ DNA-യിൽ ചേർന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ 3 പേരുടെ DNA ചേർത്തുകൊണ്ടുള്ള ശിശുക്കളെ ഉണ്ടാക്കാൻ ഉള്ള ശ്രമത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്തിനാണ് ഈ 3 പേരുടെ DNA എന്ന് ചോദിച്ചാൽ, ഈ അമ്മയുടെ അണ്ഡത്തിൽ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ മൈറ്റോകോൺട്രിയയ്ക്ക് പ്രത്യേകമായ DNA ഉണ്ട്. അപ്പോൾ അമ്മയുടെ അണ്ഡത്തിൽ ഈ രണ്ട് DNA, അമ്മയുടെ DNAയും മൈറ്റോകോൺട്രിയൽ DNAയും ചേർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ മൈറ്റോകോൺട്രിയൽ DNAയുടെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവയ്ക്കുണ്ടാകുന്ന ചില അപജയങ്ങൾ കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാം, ശിശുവിനുണ്ടാകാം. അപ്പോൾ ആ മൈറ്റോകോൺട്രിയ മാത്രം നീക്കി വേറൊരു അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള മൈറ്റോകോൺട്രിയയെ അതിലേക്ക് കടത്തി വിട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വൈദ്യശാസ്ത്രം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇതൊരു പരീക്ഷണാവസ്ഥയിലുള്ള ചികിത്സയാണെങ്കിലും ഭാവിയിൽ ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്കും ഇതൊരു പ്രതിവിധിയായി മാറും എന്ന് പ്രതീക്ഷിക്കാം.